ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. യജ്ഞം സമർപ്പണമാണ് എന്നതിനെക്കുറിച്ച് ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി. ഭഗവാനാണ് നമുക്കെല്ലാം തന്നിരിക്കുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന ബുജ്ജീതാമാകൃത കസ്യസിദ്ധനം. പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ്റെതാണ്. ഈശ്വരൻ്റേതല്ലാത്തായിട്ട് ഒന്നുപോലും കാണാൻ സാധിക്കില്ല. തൂണിലും തുരുമ്പിലും പുല്ലിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുക. ആ ഈശ്വരനാണ് നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്നത്. ആ ഈശ്വരനാണ് നമുക്ക് ഭാര്യയെ തന്നിരിക്കുന്നത്. ആ ഈശ്വരനാണ് നമുക്ക് കുട്ടികളെ തന്നിരിക്കുന്നത്. ആ ഈശ്വരനാണ് നമുക്ക് ഗൃഹം തന്നിരിക്കുന്നത്. അപ്പൊ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിൽ നിന്ന് ഒരംശം ഈശ്വരന് തിരിച്ചു കൊടുക്കണം. ആ കൊടുക്കുന്നതിനാണ് സമർപ്പണം എന്ന് പറയാം. എങ്ങനെയാ കൊടുക്കേണ്ടത്? കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന വസ്തുവിന്മേലുള്ള അധികാരവും അവകാശവും പിൻവലിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. കൊടുക്കുന്ന വസ്തുവിന്മേലുള്ള അവകാശവും അധികാരവും പിൻവലിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഒരു സാധനം കൊടുത്തു, നാളെ വന്നിട്ട് എൻ്റെ വിളക്ക് കത്തിച്ചിട്ടില്ലല്ലോ എന്ന് പറയരുത്. ഭഗവാന് കൊടുത്താൽ ഭഗവാൻ കൊടുത്തതായിട്ട് നമ്മൾ കണക്കാക്കണം. പിന്നെ അത് നമ്മുടേതല്ല, ഭഗവാന്റേതാണ്. ഇത് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം. ഇവിടെ ഒരു യജ്ഞം നടക്കുകയാണ്. ഒരു രാജ്യത്ത് മഴ പെയ്തിട്ടില്ല, വലിയ വരൾച്ചയാണ്. ആ മഴ പെയ്യാതിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി രാജാവിനോട് ശരണം പ്രാപിച്ചു. രാജാവിനോട് പറഞ്ഞു, മഴ പെയ്യുന്നില്ല, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. മഴ പെയ്യുന്നില്ല, എന്താ ചെയ്യേണ്ടത് ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു, ഒരു യജ്ഞം നടത്തണം, ഒരു യാഗം നടത്തണം. ആ യാഗത്തിന് എല്ലാ ആൾക്കാരെയും ക്ഷണിക്കണം. അങ്ങനെ യാഗത്തിന് എല്ലാവരെയും മഹാരാജാവ് ക്ഷണിക്കുകയാണ്. എന്തിനാ ക്ഷണിക്കുന്നത്? മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള യാഗമാണ്. അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ച സമയത്ത് എല്ലാവരോടും വരാൻ വേണ്ടി പറഞ്ഞു. അതില് വലിയ ആൾക്കാരെ ഹോതാവായിട്ട് നിശ്ചയിച്ചു. അദ്യുരു, ഉദ്ഗാതൻ, ബ്രഹ്മൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നിശ്ചയിച്ചു. യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് യാഗം തുടങ്ങുന്നതെങ്കിൽ ഇന്ന് അനവധി ആൾക്കാർ യാഗശാലയിലേക്ക് വന്നു. അപ്പോൾ ഒരു കുട്ടി കൊടയുമായിട്ടാണ് ആ യജ്ഞവേദിയിലേക്ക് വരുന്നത്. ഒരു കുട്ടി ഒരു കൊടയുമായിട്ടാണ് യജ്ഞവേദിയിലേക്ക് വരുന്നത്. അപ്പോൾ രാജാവിന് അത്ഭുതമായി. മഴയില്ലാത്ത രാജ്യത്ത് എന്തിനാ കൊടയെടുത്ത് വരുന്നത്? ഇപ്പൊ രാജാവ് ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് നീ ഇപ്പൊ കൊടയെടുത്ത് വന്നത്? മഴയില്ലാത്തത് കുറെ കാലമായി, എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറയുന്ന ഒരു മറുപടി ഉണ്ട്. കുട്ടി പറയാണ്, രാജാവെ, നമ്മൾ എന്തിനാ യാഗം നടത്തുന്നത്? മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ യാഗം നടത്തി യാഗശാല അഗ്നിക്കിരയാക്കുമ്പോ വലിയ മഴ പെയ്താൽ ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് പോവുക? ആ കുട്ടിയുടെ ബോധമുണ്ടല്ലോ, ആ കുട്ടിയുടെ ചിന്തയുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായല്ലോ? ആ കുട്ടിയുടെ ബോധം, ആ കുട്ടിയുടെ ചിന്ത നമുക്കുണ്ടാവണം. യജ്ഞം എന്ന് പറഞ്ഞിരിക്കുന്നത് സമർപ്പണമാണ്.